KCB ഓഫീസ് ആക്രമിച്ചതിന്റെ പേരിൽ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിൽ KCB ഉദ്യോഗസ്ഥരുടെ ആരോപണം വ്യാജമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മൽ പറയുന്നു. ഫ്യൂസ് ഊരിയതിൽ പ്രതിഷേധിച്ച് ഉദ്യോഗസ്ഥന്റെ ദേഹത്ത് കറി ഒഴിക്കുകയാണ് ചെയ്തത്. ഉദ്യോഗസ്ഥരാണ് ഓഫീസ് തല്ലി തകർത്തത്. ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ പിടിച്ചെടുത്തെന്നും അജ്മൽ പറഞ്ഞു. ഒരു വിവാദമായ വാർത്തയല്ലേ, ആ ഒരു വാർത്തേൻ്റെ ശരിയായ ഒരു വശം പുറത്തേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് ഇടുന്നത്. ആക്ച്വലി ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത് ഒരു അധിക ബില്ലിൻ്റെ പേരിൽ സംസാരം വന്നതിൽ ഒരു പ്രതിഷേധം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നൊരു പഴയ കറി എടുത്ത് എൻ്റെ തലയിൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. വേറെ അതിൽ പറയുന്നതൊക്കെ വ്യാജമാണ്. പിന്നെ അവർ സ്വന്തമായിട്ടാണ് തല്ലി പൊളിച്ചത്. അതിൽ അനിയനെ KCB ഡ്രൈവർ ടേബിളിൻ്റെ ടോപ്പിലിരുന്ന ഗ്ലാസ് എടുത്ത് തല്ലി പൊളിച്ചത്, തല്ലി ഇവൻ്റെ അനിയൻ്റെ ബാക്കിനിടിച്ചിട്ടാണ് ആ പൊളിച്ചത്. അതൊക്കെ ഞങ്ങൾ പൊളിച്ചു എന്നാണ് പറഞ്ഞത്. അനിയൻ്റെ തലക്ക് അടി ഇട്ടിട്ടുണ്ട് വേറൊരു ടേബിളിൻ്റെ ഡോർ എടുത്തിട്ട്. അതുപോലെ കമ്പ്യൂട്ടർ കൊണ്ട് അനിയനെ തല്ലിയിട്ടുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ കൊണ്ട്. അതൊക്കെ ഞങ്ങളെ പേരിൽ വരാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ സംഭവം ഫുള്ള് റെക്കോർഡ് ചെയ്ത ഒരു ഫോണുണ്ട്. ഞാൻ ഇവിടുന്ന് KCB ഉള്ളിലേക്ക് കയറി പോകുന്നത് മുതൽ ഇറങ്ങി വരുന്നത് വരെയുള്ള ഫുൾ റെക്കോർഡ് ചെയ്തൊരു ഫോണുണ്ട്. ആ ഫോണ് ഈ KCB AV എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഫോണ് പുറത്തേക്ക് വന്നാൽ ഇപ്പോൾ കാണുന്നതൊക്കെ നേരെ തിരിച്ചാവും. അതിന് എന്നെ മർദ്ദിക്കുന്ന, എൻ്റെ അനിയനൊക്കെ മർദ്ദിക്കുന്ന ഫുൾ വീഡിയോ അതിലുണ്ട്. അവരെ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും ചേർന്ന് എന്നെ മർദ്ദിക്കുന്ന വീഡിയോ ഉണ്ട് അതിൽ. അപ്പോൾ ആ ഫോണ് ഇവർ പോലീസും KCB ഒത്തുകളിച്ചുകൊണ്ട് ആ ഫോണ് ഹാജരാക്കുന്നില്ല. ഞാനിപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയി പറയാൻ പോവുകയാണ്, ആ ഫോണ് ഹാജരാക്കാൻ വേണ്ടിയിട്ട് പറയാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് പുറത്തറിയിക്കാൻ വേണ്ടി ആ ഫോണിൽ എല്ലാം സത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ബാക്കി ഇവർ പറയുന്നത് മുഴുവൻ കളവാണ്. ആ ഫോൺ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരാനുള്ള നടപടികൾ ഉണ്ടാക്കാൻ എല്ലാവരും സഹകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കണം.